പുരാതന സംസ്കാരങ്ങൾ പേറുന്ന 3 രാജ്യങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയും ഗ്രീസും തമ്മിൽ പുരാതന കാലം മുതൽ തന്നെ വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് യവന കഥയിലെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ബന്ധമുള്ളതുപോലെയാണ് ഭാരതത്തിനും വലിയ പാരമ്പര്യമുണ്ട്. ഭാരതത്തിൻ്റെ പാരമ്പര്യം ഏതാണ്ട് 5000 വർഷങ്ങൾക്കപ്പുറമാണ്. ഇസ്രായേലിൻ്റെ പാരമ്പര്യം ഏതാണ്ട് 3000 വർഷങ്ങൾക്കപ്പുറമാണ്. ഗ്രീസിനും ഇതുപോലെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിവിലൈസേഷനുകളുടെ ഒരു സംഗമം, അതാണ് ഇന്ത്യയും ഇസ്രായേലും ഗ്രീസും തമ്മിൽ ഒന്നിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ സൈനിക മേഖലയിൽ സഹകരണം ഉണ്ടാകുന്നു, ആഭ്യന്തര മേഖലയിൽ സഹകരണം ഉണ്ടാകുന്നു, സമുദ്ര മേഖലയിൽ സഹകരണം ഉണ്ടാകുന്നു. കൂടാതെ ഗ്രീസിലെ തുറമുഖങ്ങൾ ഇന്ത്യക്ക് ഉപയോഗിക്കാനുള്ള അനുമതി നൽകുന്ന ഒരു കരാറിലേക്കും പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലേക്ക് വ്യാപാരം വർദ്ധിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, ഗ്രീസ് തുർക്കിക്കെതിരെ ഒരു പണി കൊടുക്കാനായിട്ട് നിൽക്കുന്നു. കാരണം തുർക്കിയും ഗ്രീസുമായിട്ട് എത്രയോ കാലമായിട്ട് ശത്രുതയാണ്. അതുകൊണ്ടാണ് ഗ്രീസ് തുറന്നു പറയുന്നത് അങ്ങോട്ടേക്ക് ആളുകൾ പോകരുത്, സഞ്ചാരികൾ പോകരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തുർക്കി, അതായത് എർദോഗൻ്റെ രാജ്യം, ഒരുപക്ഷെ ഈ ഗ്രീസിന് നേരെ ആക്രമണവുമായിട്ട് വരാം. അങ്ങനെ ആക്രമിച്ചാൽ ഗ്രീസിന് ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന രാജ്യം ഇന്ത്യയാവും. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യമാണ്.